സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 51 2-ാം തിരുവചനം. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കലേക്കും തിരിഞ്ഞു നോക്കുവാൻ ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ഇവിടെ സർവശക്തനായ ദൈവം അഥവാ മുഴു പ്രപഞ്ചത്തെ ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ സർവശക്തനായ ദൈവം ഒരു വ്യക്തിയെ അഥവാ അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച വിഷയമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ നാം അബ്രഹാമിൽ കാണുന്നത്. അബ്രഹാം ഒരു സാധാരണ കുടുംബത്തിലെ ഒരു വ്യക്തിയായിരുന്നു. പിതാവിനെ അനുസരിച്ച് പിതാവിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും ഭക്തിമാർഗങ്ങളും പിന്തുടർന്ന ഒരു വ്യക്തിയായിരുന്നു. യഥാർത്ഥത്തിൽ അബ്രഹാമിൻ്റെ മാതാപിതാക്കൾ വിഗ്രഹാരാധകരായിരുന്നു. അവർ ദൈവത്തെ അറിയേണ്ടവണ്ണം അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്യ ആരാധനയിൽ അഥവാ വിഗ്രഹാരാധനയിൽ അവർ കുടുങ്ങിക്കിടന്നു. എന്നാൽ ആ കുടുംബത്തിലെ അബ്രഹാമിനെ ദൈവം വിശേഷാൽ കാണുകയാണ്. അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയാണ്. പിന്നത്തേതിൽ അനുഗ്രഹിച്ചു എന്നാണ് നാം കാണുന്നത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം അബ്രഹാം എന്ന ഏകനിലൂടെ അഥവാ അബ്രഹാമിൻ്റെ ആ സത്യ ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ എല്ലാവരെയും അബ്രഹാമിൻ്റെ സന്തതികളാക്കി തീർക്കുന്നു എന്നാണ് നാം കാണുന്നത്. യേശു ചില ഭവനങ്ങളിൽ ചിലർക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയിട്ട് ആ വ്യക്തിയെ ഇവനും അബ്രഹാമിൻ്റെ മകൻ, ഇവളും അബ്രഹാമിൻ്റെ മകൾ എന്നൊക്കെ പ്രസ്താവിച്ചിട്ടുണ്ട്. അങ്ങനെ പുതിയ നിയമത്തിൽ ലോകരക്ഷകൻ എടുത്ത് പ്രസ്താവിപ്പാൻ തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. ഈ അബ്രഹാം എന്ന പിതാവിൻ്റെ വിശ്വാസമാണ്, ദൈവത്തിലുള്ള വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ നീതീകരണത്തിന് കാരണമായി തീർന്നത്. അബ്രഹാമിൻ്റെ വിശ്വാസം നാം ദൈവത്തിൽ അർപ്പിക്കുന്നുവെങ്കിൽ അബ്രഹാമിന് വിശ്വാസത്തിലൂടെ ലഭിച്ച നീതീകരണം നമുക്ക് ലഭിക്കുവാനിടയാകും. അബ്രഹാം ആത്മീയമായും ഭൗതികമായും സമ്പന്നനായ ഒരു മനുഷ്യനായി തീർന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ആത്മീയമായും ഭൗതികമായും വളരുക സ്വാഭാവികമാണ്. ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന അനുഭവം, ദൈവവചനം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന അനുഭവം, ഇതാണ് ഒരു വ്യക്തിയെ അബ്രഹാമിൻ്റെ ആ പിന്തുടർച്ചയും അബ്രഹാമിൻ്റെ മക്കളാക്കി തീർക്കുന്നത്. ഇവനും അബ്രഹാമിൻ്റെ മകനെന്ന് പറയുവാൻ, ഇവളും അബ്രഹാമിൻ്റെ മകളെന്ന് പറയുവാൻ ഇടവരണമെങ്കിൽ അബ്രഹാമിൻ്റെ വിശ്വാസത്തിലേക്ക് നാം മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. അബ്രഹാമിൻ്റെ വിശ്വാസം എന്തായിരുന്നു? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന, കാണപ്പെടാത്ത ദൈവത്തിലുള്ള വിശ്വാസം. ആ വിശ്വാസമാണ് അബ്രഹാമിൻ്റെ നീതീകരണത്തിന് കാരണമായതെങ്കിൽ അതേ വിശ്വാസം
അർപ്പിക്കുന്ന ഓരോ മനുഷ്യനും ഇന്നും നീതീകരണവും രക്ഷയും നിത്യജീവനും ലഭിക്കുവാനിടയാകും. ഈ തിരുവചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.